അപ്പോൾ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി നമ്മുടെ ചന്ദ്രനഗർ ഭാഗത്ത് നിങ്ങൾ വീട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നമ്മുടെ ചന്ദ്രനഗർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കോയമ്പത്തൂരിലോട്ടും അതുപോലെ തന്നെ പാലക്കാട് ടൗണിലേക്കൊക്കെ പോകുന്ന മെയിൻ ജംഗ്ഷൻ. ഇവിടെ നമ്മുടെ ചന്ദ്രനഗർ 5th ഗേറ്റിലൂടെ ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിന് വന്ന് ഈ ഒരു പ്രോപ്പർട്ടി എത്തിയിട്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുണ്ടെങ്കിൽ നമുക്കൊരു 3.60 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ, സൗകര്യങ്ങളെല്ലാം വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നല്ല ടാർ റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീട് വന്നിരിക്കുന്നത്. അത് നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടി നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ യാതൊരു പ്രശ്നമോ കച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടോ നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുള്ള് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണെങ്കിൽ ഫുള്ളി മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സൗകര്യങ്ങളും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ റോഡ് ആക്സസും കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 4 സൈഡിലും ഈ ഒരു പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുതിയൊരു വീട് കൂടെയാണ്, മനസ്സിലായോ? അല്ലാതെ താമസിച്ച വീടോ കാര്യങ്ങളല്ല, പുതിയൊരു വീടാണ് കേട്ടോ അതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് വാട്ടർ സോഴ്സ് ആണെങ്കിൽ നമുക്ക് മലമ്പുഴയുടെ വാട്ടർ കണക്ഷൻ വരുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേലത്തെ ടാങ്ക് താഴത്തുണ്ട്, അതിൽ നിന്ന് മേലേക്ക് അടിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ടാങ്കിലോട്ട് കയറും. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു വെള്ളത്തിൻ്റെ സോഴ്സിന് ഒരു ഓപ്പൺ കിണർ വരുന്നുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ കിണറാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 4 സൈഡിൽ ഇതേപോലെ തന്നെ കോമ്പൗണ്ട് വാളും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അത്യാവശ്യം നമുക്ക് കൃഷിയോ ചെടികളോ കാര്യങ്ങളൊക്കെ വെക്കാൻ ഇനിയിപ്പോൾ ഒരു വൈകുന്നേരങ്ങളിൽ 4 ചെയർ ഇട്ട് ഒരു കോട്ടിയാട് സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് ഇത്. പിന്നെ ഇതാണ് ബാക്ക് സൈഡിൽ നമുക്ക് കോമ്പൗണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് നടക്കാനൊക്കെ സുഖമായിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ചേമ്പറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. ഞാനത് ഉള്ളിലൂടെ പോയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ടോ ഈ ഒരു ഭാഗം വന്നു. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് വരുന്നത് നമ്മുടെ ചന്ദ്രനഗർ 5th ഗേറ്റിലൂടെ വരുന്ന സമയത്ത് നമ്മുടെ OMG പ്രോപ്പർട്ടീസിൻ്റെ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ വേറൊരു ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് അവർ എടുത്തിട്ട് അവരിപ്പോൾ പുറത്താണുള്ളത്. അപ്പോൾ നോക്കാനോ കാര്യങ്ങൾക്കൊന്നും ആളില്ല, താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് അവർ റീസെയിലിനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ വീടാണ്, അവർ താമസിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. മൊത്തം 3.60 സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അതുപോലെ തന്നെ 3 അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള്, കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിനകത്തേക്ക് വന്ന് കാണിച്ചു തരാം. വാ. നേരെ വന്നു കഴിഞ്ഞാൽ സൈഡിൽ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അത് കേണ്ടി ഇതൊരു ലിവിങ് ഹാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഹാളാണ്. ഒരു മീഡിയം ലെവലിൽ ചെറിയൊരു ഫാമിലിക്ക് മാത്രമേ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ. അല്ല വലിയ ഒരുപാട് ആൾക്കാരുള്ളവർക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളതാണ് ആദ്യമേ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് അങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബെഡ്റൂം സ്പേസ് വരുന്നത് ഏകദേശം നമുക്കൊരു 12 അടി ലെങ്ത്തിനും അതുപോലെ തന്നെ ഒരു 11 അടി വീതിയിലുമാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് കേട്ടോ. പിന്നെ പുതിയ മോഡലിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UPVCൻ്റെയാണ് നമുക്ക് വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഡോറാണ് ഫുള്ളായിട്ട്. പിന്നെ 2 സൈഡും അതുപോലെ തന്നെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പുട്ടി വർക്കൊക്കെ ചെയ്ത് നമുക്ക് ഫിനിഷിങ് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കയറി ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ക്ലോസറ്റ് ഇതൊന്നും യൂസ് ചെയ്തില്ല, കാരണം പുതിയ വീടാണ്, യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മിക്സി, ടാപ്പ് കാര്യങ്ങൾ, ഷവർ, എല്ലാ സൗകര്യങ്ങളും പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നിന്ന് തിരിയാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വരാം കേട്ടോ. അതായത് താഴത്ത് ഒരു ബെഡ്റൂമാണ്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും, പിന്നെ ഇതാണ് ഒരു കോമൺ ബാത്റൂം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിവിങ് ഹാളിൽ ഇതൊരു ഡൈനിങ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഇതിനകത്ത് ഫീൽ ചെയ്യും. അതായത് ഒരു ഈ ലിവിങ്ങിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ വേണം. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയയായി മാറും. അപ്പോൾ ഇതിനകത്ത് ഇതാണോ മൊത്തം ഗ്രാനൈറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കിച്ചൺ സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മൊറാക്കൻ ടൈപ്പിലുള്ള ഒരു ടൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു സെറയുടെ ഉണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം തന്നെ സെറ, അതുപോലെ തന്നെ ജാക്വർ തുടങ്ങിയിട്ടുള്ള ഐറ്റംസുകളാണ് ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ് ഒരു കോമൺ ബാത്റൂം കേട്ടോ. ഇതും കണ്ടോ അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ഒക്കെ ഉണ്ട്. വലിയ കൺജസ്റ്റഡ് ഒന്നും അല്ലാത്ത അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ടോയ്ലറ്റ് സ്പേസ് ആണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇതാണ് ഇപ്പോൾ ഇതിന് താഴത്ത് വരുന്നത്. ഇതിനകത്ത് തന്നെ ഒരു അപ്സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടെ നിന്ന് നമ്മളൊരു എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇൻ കേസ് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്താണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കിതൊരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, ഇവിടെ നിന്ന് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വീടിൻ്റെ മുകളിലേക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. മുകളിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് സ്റ്റെയറൊക്കെ നമുക്ക് തന്നെ സ്റ്റീലിൻ്റെ SS-ൻ്റെ നമുക്ക് നല്ല ഒരു സ്ക്വയർ റാഡ് പൈപ്പ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പരിപാടികളൊക്കെ. ഇനി നമുക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ബെഡ്റൂമാണ് നമുക്ക് മൊത്തം മുകളിൽ വരുന്നത്. 2 ബെഡ്റൂം മുകളിലും 1 ബെഡ്റൂം താഴത്തും. അതിനകത്ത് നേരെ സ്ട്രെയിറ്റ് കയറി പോകുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കൊരു 2, 4, 6, 8, 10, 12 ഒരു 13 അടി ലെങ്ത്തിനും അതുപോലെ തന്നെ ഒരു 12 അടി വീതിയിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഓക്കെ, ഇവിടെ നിന്ന് ശരിക്കും നോക്കി കാണാൻ പറ്റുന്നതാണ്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ലൊരു വെന്റിലേഷനൊക്കെ ഉണ്ടോ. മൊത്തം പാടമാണ്, നല്ല പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ നമുക്ക് ടൗണിലാണോ എന്ന് ചോദിച്ചാൽ ടൗണിലാണ്. എന്നാൽ പിന്നെ അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ലേ. അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇത് നമുക്കൊരു കോമൺ ടോയ്ലറ്റ്. ഇത് നമുക്ക് താഴെ കണ്ടതിനേക്കാളൊക്കെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് സ്പേസ് ആണ് കേട്ടോ. കണ്ടോ, ശരി ക്യാമറയിൽ ശരിക്കും അതിനെ വലിപ്പം അറിയില്ല, നമ്മൾ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സ്പേസ് അറിയുന്നത് ശരിക്കും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ പോകുമ്പോൾ കണ്ടോ വന്നു. ഇത് കഴിഞ്ഞ് വരുന്ന സമയത്ത് നേരെ ഈ ഒരു ഭാഗത്തൊരു റൂം സ്പേസ് വരുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ 11 സൈസിലുള്ളൊരു ബെഡ്റൂം സ്പേസ് ആണ്. ഒരു നോർമൽ ബെഡ്റൂമാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതെല്ലാം തന്നെ കണ്ടു നമ്മൾ സെറ കാര്യങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു പോർഷനും നമുക്ക് അതുപോലെ തന്നെ നല്ല ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല ഒരു സ്പേസ് ആണ്. പിന്നെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അടുത്തൊക്കെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ്. കൺജസ്റ്റഡ് കാര്യങ്ങളൊന്നുമല്ല, അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു പാലക്കാട് മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് വരണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. മരുത് റോഡ് പഞ്ചായത്താണ്. അപ്പോൾ ഇത് ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണാനോ ബാക്കി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ഓണറായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതിന് ഓണറുടെ നമ്പർ അകത്ത് കൊടുക്കുന്നുണ്ട്. എന്നെ വിളിച്ചാലും മതി, നമുക്ക് നേരിട്ട് വന്ന് കാണാം. പിന്നെ ഇതിനകത്ത് വേറൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള വെച്ചാൽ ഇത് നമുക്കൊരു ബാൽക്കണി. ഈ ബാൽക്കണി നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്കുള്ളൊരു സ്പേസ് ഇതാണ്ടോ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഗാർഡനൊക്കെ ശരിക്കും നമുക്ക് മുകളിൽ വെക്കാൻ വേണ്ടി പറ്റും. കണ്ടോ, അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അല്ലേ. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അപ്സ്റ്റെയർ മുകളിലേക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരികയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ അപ്സ്റ്റെയർ കയറി കഴിഞ്ഞാൽ കണ്ടോ അത്യാവശ്യം നമുക്ക് നല്ലൊരു സേഫ്റ്റി ആയിട്ട് എല്ലാ ഭാഗത്തും ഗ്രില്ല് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വാട്ടർ ടാങ്ക് കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് പുറത്തേക്കാണ് നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഇത് വരുന്നത്. കണ്ടോ, ഇത് മൊത്തം ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം കണ്ടോ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുത്തോളെ. കണ്ടോ, ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ളൊരു ഭാഗമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് വീടുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, ഒരുപാട് വീടുകളിലാണ് കേട്ടോ. നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സെൻറ്റിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപേൻ്റെ അടുത്താണ് സെൻറ്റ് വില വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൊക്കേഷൻ പറഞ്ഞ പോലെ പാലക്കാട് നമ്മുടെ ചന്ദ്രനഗർ 5th ഗേറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ OMG അപ്പാർട്ട്മെൻറ്റ് OMGയുടെ ഡെവലപ്പേഴ്സ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമുക്കൊരു വീടാണ്, പ്രോപ്പർട്ടിന് വില്ലയാണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത്. ഒരു 3.60 സെൻറ്റ് സ്ഥലവും 1350 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 4 ബാത്റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, മറ്റേ മലമ്പുഴയുടെ വാട്ടർ വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ വെല്ല് അവൈലബിൾ ആണ്. മൊത്തം ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 70 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യാം.